ഹായ്. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലായിടവും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴയൊക്കെ ഉണ്ട് കേട്ടോ, തോരാതുള്ള മഴയുണ്ട്. പിന്നെ അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാനൊക്കുന്നില്ല. പിന്നെ ചേട്ടന് ഇന്ന് ജോലി ഇല്ലായിരുന്നു, മഴയായതുകൊണ്ട് പണിയൊക്കെ കുറവ്. പിന്നെ എല്ലാവരും ആഹാരമൊക്കെ വെച്ച് കഴിച്ചുകൊണ്ട് റൂമിൽ തന്നെ ഇരിപ്പ്. പുറത്ത് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഓണം വരുമല്ലേ, 1.5 മാസം കൂടെ ഉള്ളല്ലോ. ഓണത്തിന് എല്ലായിടും ഒന്ന് പോകണമെന്നുണ്ട്. എല്ലായിടം പോയൊന്ന് വീഡിയോ ഒക്കെ പിടിച്ചിടണമെന്നുണ്ട്. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഞങ്ങൾ നാട്ടിൽ പോയായിരുന്നു. കഴിഞ്ഞ വർഷം പോയില്ലായിരുന്നു. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം നാട്ടിൽ പോയപ്പം വടം വലിക്കാനൊക്കെ പോയി. ഇവിടുത്തെ ഇവിടെ വീട്ടിൽ ഓണമൊക്കെ ഒരുങ്ങിയിട്ടായിരുന്നു പോയത്. ഇവിടെ വടം വലിച്ച് സാരിയൊക്കെ കിട്ടിയായിരുന്നു. ഇവിടുത്തെ എല്ലാം കഴിഞ്ഞപ്പം പിന്നെ ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞപ്പം പിന്നെ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന് അനിയത്തിയുടെ വീട്ടിൽ പോയി. അനിയത്തി എന്നെ വിളിച്ചുകൊണ്ട് വടം വലിക്കാൻ പോയി. എന്നെ മൂന്നാമത് നിർത്തി. അങ്ങനെ ഞാൻ വടം വലിച്ച് എല്ലാവരും കൂടെ കയറേന്ന് അങ്ങ് വിട്ടുപോയി. അങ്ങനെ എല്ലാവരും കൂടെ എൻ്റെ കാലയിലോട്ട് വീണ് പോയി. ഞാനും അങ്ങ് വീണ് എൻ്റെ കാലേ വീണ് മുട്ടൊരു പരിക്കേറ്റ്. വലിയ കുഴപ്പമില്ലായിരുന്നു. 2-3 ദിവസം എനിക്കൊന്നും വയ്യായിരുന്നു. ബാത്റൂമിലൊന്നും പോകാനൊക്കാത്ത സ്ഥിതിയായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതുകൊണ്ട് പോയില്ല. ഈ പ്രാവശ്യം പോകണമെന്നൊക്കെ ഉണ്ട്. നോക്കട്ടെ, വെക്കുന്നെങ്കിൽ പോകണം. എല്ലാവരും ഒന്ന് പോയി കണ്ടു കേട്ടൊക്കെ വരാം. പിന്നെ അച്ഛനും അമ്മയൊന്നും ഇല്ല, അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി. പിന്നെ എനിക്ക് ഒരു അനിയത്തി, ഒരു ചേട്ടത്തി, പിന്നെ 3 ആങ്ങളമാരുണ്ട്. അന്നേരം എല്ലാവരെയും ഒന്ന് പോയി കാണണ്ടായേ. ഏറ്റവും കൂടുതൽ കാണേണ്ടത് എൻ്റെ ഏറ്റവും മൂത്ത ആങ്ങളെയാണ് എനിക്ക് കാണേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ ആങ്ങളെയാണ്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അച്ഛന് ചെറിയ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടനാ ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും ഒരുപോലുള്ള സ്നേഹമേ ഉള്ളൂ. എന്നാലും ഇച്ചിരി കൂടുതൽ സ്നേഹം എൻ്റെ ആങ്ങളയോടാണ്, എൻ്റെ മൂത്ത ആങ്ങളയോടാണ്. ഇപ്പം വയ്യാതൊക്കെ ഇരിക്കുക. എന്നാലും ചെറിയ ജോലിക്കൊക്കെ പോവും. അപ്പം വയ്യാതിരിക്കുക. പിന്നെ എല്ലാവരെയും ഒന്ന് പോയി കാണണം. ഈയിടെ ഞാനൊന്ന് വിളിച്ചപ്പം പറഞ്ഞ് എന്താടി എന്നെ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഇപ്പം ആരെയും വിളിയില്ല. ഇപ്പം എന്തൊക്കെയായാലും ആരെയായാലും വിളിയൊന്നുമില്ല. ഇപ്പം ഈ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞു എടുത്തും പിന്നെ ഈ വീഡിയൊക്കെ പിടിച്ചൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പം വിളിയും പറിച്ചിലൊന്നും ആരെയില്ല. പിന്നെ ഇങ്ങോട്ടെങ്ങനെ വിളിക്കുവാണെങ്കിൽ എടുത്ത കാര്യം പറയും, മറുപടി കൊടുക്കും. അങ്ങനെ എല്ലാവരെയും കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുക ഞാനിങ്ങനെ. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? ഞാൻ ചായയൊന്നും കുടിച്ചില്ല. വീഡിയോയൊക്കെ പിടിച്ചിട്ട് ഇനി ചായയൊക്കെ ഇട്ട് കൊടുക്കണം ചേട്ടനും കൊച്ചുമക്കളും മോളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കൊച്ചുമക്കളെ ഓണത്തിന് ഒരുക്കണം. നമ്മൾ ഒരുങ്ങിയില്ലെങ്കിലും നമ്മുടെ കൊച്ചുമക്കളെ ഒരുക്കണ്ടായ. എല്ലാ വർഷവും അങ്ങനെ തന്നെ കൊച്ചുമക്കളെ ഒരുക്കിയിട്ടുള്ള കാര്യമേ ഉള്ളൂ. പിന്നെന്താ പറയാനേ, ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ എല്ലാവരും എനിക്ക് ലൈക്ക് തരണം കേട്ടോ. ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബ് തരണം. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും എല്ലാവരും എനിക്ക് ലൈക്കൊക്കെ തരണം കേട്ടോ. വലുതായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. എന്നാൽ ശരി, ടാറ്റാ.